നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ഒരു വലിയ വനത്തിലാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം മാറി ഒരു വലിയ വനത്തിൻ്റെ അടുത്താണ്. സംശയമുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇരിങ്ങോൾ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ രസകരമായിട്ടുള്ള സ്ഥലമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അതിൻ്റെ അടുത്തൊരു കൊച്ചമ്പലവും അങ്ങനെയൊക്കെയാണ് സ്ഥലം. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് കണ്ടപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 50 ഏക്കർ വനത്തിൻ്റെ സെൻട്രലാണ്. അതായത് ഈ ഇരിങ്ങോൾക്കാവ്, അതായത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് 50 ഏക്കർ വനത്തിൻ്റെ സെൻട്രൽ ഭാഗത്താണ്. ഇതാണ് അമ്പലം. ഒന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ? എത്ര ഭംഗിയല്ലേ? 2 സൈഡിലും വനം, നടുക്കായിട്ട് അമ്പലം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:10 ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വെളുപ്പിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈവനിങ് ആണെന്ന്. അല്ല, ആക്ച്വലി ക്ലൈമറ്റ് ഇതാണ്. ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും. ഏത് സമയത്തും തണുപ്പായിരിക്കും. നിങ്ങൾ പെരുമ്പാവൂർ വിട്ട് ഈ ഒരു ബൗണ്ടറിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഭയങ്കര സൂപ്പർ ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ എന്താണ്, നമുക്ക് അമ്പലത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. അങ്ങോട്ടേക്ക് പോവാം. ദുർഗാദേവിയുടെ ക്ഷേത്രമാണ് ഇരിങ്ങോൾക്കാവ്. ഇപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് വരുന്നതെങ്കിലും നേരത്തെ ഇത് 32 മനകൾക്ക് കീഴിലായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പിന്നെ ഐതിഹ്യം, ദേവകി ദേവന്മാരുടെ 8ാമത്തെ പുത്രൻ കംസനെ വഹിക്കുമെന്ന അരുളപ്പാടിന് ശേഷം ജനിച്ചത് 8ാമത്തെ കുഞ്ഞൊരു പെൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി കംസൻ എത്തിപ്പെടുകയും പെട്ടെന്ന് കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് വലിയൊരു തേജസ്സായി മാറുകയും ചെയ്തു. അതിനുശേഷം ആ കുഞ്ഞ് ആദ്യമായി സ്പർശിച്ച പ്രദേശമാണ് ഇരിങ്ങോൾ എന്ന് അറിയപ്പെടുന്നത്. അവിടെ ഒരു ക്ഷേത്രം ഉയർന്നു. അതാണ് ഇതിന് പിന്നിലെ ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ കുളം. ഏത് വേനലിലും വറ്റാത്ത വെള്ളം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും നിൽക്കണ്ട. കണ്ടിട്ട് അടിയിൽ പായലും കാര്യമൊക്കെ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിട്ട് പോവുക. മീനൊന്ന് കാണിച്ചു കൊടുത്തടാ. പിന്നെ നിങ്ങളോടൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഫോട്ടോസോ കാര്യങ്ങളോ ഇവിടെ വന്ന് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 1-2 ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കമ്മിറ്റിക്കാരൻ നമ്മളോട് പറഞ്ഞായിരുന്നു, ഏകദേശം 600 രൂപ കൊടുത്താൽ മാത്രം, അതിൻ്റെ ഒരു റെസിപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വീഡിയോഗ്രാഫി ഒക്കെ സമ്മതിക്കുള്ളൂ. അത് ഈ ഫോറസ്റ്റിനുള്ളിൽ എവിടെയാണെങ്കിലും. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാനുള്ളത്, ഇത് എവിടെയായിട്ടൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഇവിടെ 28-ാം നടക്കാൻ പോകുന്നൊരു പ്രോഗ്രാമിൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളൊക്കെ ആയിരിക്കും, ഈവനിങ് ടൈമിലൊക്കെ. അപ്പോൾ ആ ടൈമിൽ മാക്സിമം വരാൻ നോക്കുക. 28-ാം തീയതി സെപ്റ്റംബറിൽ നടക്കുന്നൊരു പ്രോഗ്രാമാണ് ഇവിടെ. MG ശ്രീമാറൊക്കെ വരുന്നുണ്ട്. മാക്സിമം ആ ടൈമിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എത്ര നേരം ഒറ്റയ്ക്കല്ല, വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഒരാളൊക്കെ ഉണ്ടല്ലേ, ദീപു, പുള്ളി ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലം പൊളി സ്ഥല. അപ്പോൾ നമ്മൾ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ, ഇവിടെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വെറുതെ വന്നിട്ട് എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതായത് ഒരു 600 രൂപ എടുത്തൊരു റെസിപ്റ്റ് എടുക്കണം. അത് കാണിച്ചാൽ മാത്രമാണ് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. ഇവിടെ പിന്നെ എനിക്ക് പക്ക വെറൈറ്റി ആയിട്ട് തോന്നിയത്, നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കറക്റ്റ് ഏകദേശം ഇതിൻ്റെ ഒരു ബൗണ്ടറി ഒക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ക്ലൈമറ്റ് അടിപൊളിയായിട്ട് മാറണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. നല്ല തണുപ്പൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഏകദേശം സമയം ഒരു 12 മണിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കണ്ടോ ഭയങ്കര കൂളിംഗ് ആണ്. അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടില്ലേ,
കട എപ്പോഴും ഒരു മഴക്കാട് എന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പാണ്. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല ആംബിയൻസും വന്നിട്ടൊരു വൈകുന്നേരം വരെയാണ് സ്പെൻഡ് ചെയ്യാൻ ഒരു മടുപ്പും ഉണ്ടാവില്ല. രണ്ടുപേരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതുവരെയൊക്കെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് വരിക. എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇവിടെ എത്താൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലമൊക്കെ മിസ് ചെയ്ത് കളയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ കുളു മണാലിയിൽ ട്രിപ്പ് വരുന്ന പോലെ ഇവിടെ വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഗോവയിൽ ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഒരു 5 മിനിറ്റെങ്കിലും സമാധാനത്തോടുകൂടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരാം. ഈ പ്രകൃതി ഇങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉപകരണങ്ങളോ ഫുഡ് വേസ്റ്റോ ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക. ഇവിടെ വരിക. പെരുമ്പാവൂരിൽ നിന്ന് വളരെ അടുത്താണ്, അതായത് 2-3 കിലോമീറ്റർ അടുത്താണിത്. തീർച്ചയായും നിങ്ങൾ വരാൻ പറ്റുവാണെങ്കിൽ ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലും നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.